ഹോസ്റ്റലേഴ്സ് ഒക്കെ ഓടി വന്നാൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ ഹെയർ പാക്ക് ഇവിടെ റെഡിയാണ്. ഒരു 100% വർക്ക് ചെയ്യുന്ന ഒരു അടിപൊളി ഹെയർ പാക്ക് ആണ്. ഹോസ്റ്റലേഴ്സ് മാത്രമല്ല, ഈ ജോലിക്ക് പോണവരും ഹെയർ പാക്ക് ഒന്നും ചെയ്യാൻ സമയമില്ലാത്തവരും അങ്ങനെയുള്ള കൊച്ചു പിള്ളേരൊക്കെ നോക്കണ സമയമില്ല അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അവരെല്ലാവരും വന്നോ നിങ്ങൾക്ക് പറ്റുന്ന ഒരു അടിപൊളി പാക്കാണ്. എളുപ്പം ചെയ്യാം, ആരും നല്ലപോലെ കുറയും, മുടിയൊഴിച്ചിൽ പെട്ടെന്ന് മാറും. അങ്ങനെയുള്ള ഓൾ ഇൻ വൺ ഒരു പാക്കാണ്. പെട്ടെന്ന് റിസൾട്ട് കിട്ടുകയും ചെയ്യും. ഒരുപാട് സമയവും ഇൻവെസ്റ്റ് ചെയ്യേണ്ട. അതുകൊണ്ട് പെട്ടെന്ന് റിസൾട്ട് കിട്ടണമെന്നുള്ളവരൊക്കെ ഓടി വന്നു. പിന്നെ ഇച്ചിരി സ്ട്രോങ് ആയിട്ടുള്ള ഹെയർ പാക്ക് ആയതുകൊണ്ട് തന്നെ എപ്പോഴും ചെയ്യാൻ വേണ്ടി ഇരിക്കരുത്. ആഴ്ചയിൽ ഒരു പ്രാവശ്യമൊക്കെ ചെയ്താൽ മതി. പിന്നെ അത് മാത്രമല്ല, ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഉടനെ ഷാമ്പൂ ഇട്ട് കഴുകി കളയരുത്. നെക്സ്റ്റ് ഡേ ഒക്കെ വേണമെങ്കിൽ ഷാമ്പൂ ഇടാം. അപ്പൊ കുറച്ച് കാര്യം പറഞ്ഞു, ഹോസ്റ്റലേഴ്സിന്റെ കയ്യിലാണെങ്കിലും അല്ലെങ്കിൽ ജോലി കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നിട്ട് ഹെയർ കെയർ ചെയ്യാൻ സമയമില്ല. കൊച്ചു കുട്ടികളൊക്കെയാണ് വീട്ടിലുള്ളത്, അവരെയൊക്കെ നോക്കണം, എനിക്ക് ഹെയർ കെയർ ചെയ്യാനും 1 hour ഇൻവെസ്റ്റ് ചെയ്യാനും ഒന്നും സമയമില്ല എന്നുള്ളത് പ്രോബ്ലംസ് പറയുന്ന ഒരുപാട് പേരുണ്ട്. ഇവർക്ക് മേജറായിട്ട് വരുന്ന ഇഷ്യൂ എന്ന് പറയുന്നത് നിങ്ങൾക്ക് സാധനങ്ങൾ അവൈലബിൾ അല്ല. ചെടികളാണെങ്കിലും അതൊക്കെ എടുത്ത് വയ്ക്കാനും കഞ്ഞിവെള്ളത്തിൽ ഇട്ട് വയ്ക്കാനും കുതിർക്കാനും തിളപ്പിച്ചെടുക്കാനും ഒക്കെ നിങ്ങൾക്ക് ഒരു സമയവും കിട്ടത്തില്ല എന്നുള്ളതാണ് മേജർ ഇഷ്യൂ. അങ്ങനെയുള്ളവർക്ക് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സാധനമാണ് ഇങ്ങനത്തെ സാധനങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യാന്നുള്ളത്. ഇത് ഞാൻ നേരത്തെയും പറഞ്ഞു, ചാലഞ്ച് തുടങ്ങുന്നതിന് മുന്നേയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു സാധനവും കയ്യിലില്ല, ഇപ്പം ചെടികൾ പോലും ഇല്ല എന്നുള്ള ആൾക്കാർക്കാണെങ്കിൽ നിങ്ങൾക്ക് പൊടികളൊക്കെ ഓൺലൈനിൽ വാങ്ങാൻ കിട്ടും. എല്ലാ പൊടികളും വാങ്ങാൻ കിട്ടും, ഒന്നുപോലും കിട്ടാതെയില്ല. അതെല്ലാം നിങ്ങൾ വാങ്ങിച്ച് സ്റ്റോക്ക് ചെയ്ത് വെക്കുക. ഇതുപോലെ ഞാൻ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് ഒന്നും കയ്യിലില്ലാത്ത ആൾക്കാരാണെങ്കിൽ പച്ചവെള്ളം വെച്ചിട്ട് മുടി വളർത്താനുള്ള വിദ്യയൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഉറപ്പായിട്ട് ഹെയർ പാക്ക് ഇട്ടാലേ മുടി വളരത്തുള്ളൂ. നിങ്ങൾ എന്തൊക്കെ ചെയ്താലും എന്തൊക്കെ കുറുക്കുവഴി ഉപയോഗിച്ചാലും ഹെയർ പാക്കിലാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇരിക്കണം. മുടി വളരണമെങ്കിൽ ഹെയർ മസാജും പാക്കും തന്നെ ഇട്ടിരിക്കണം. അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ഇതുപോലത്തെ പാക്കറ്റിൽ കിട്ടുന്ന പൊടികളൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ചില വീഡിയോ കാണിക്കുമ്പോൾ ഈ കയ്യോന്നി പോലും വീട്ടിലില്ലാത്ത ആൾക്കാരുണ്ട്. കയ്യോന്നി എന്ന് വെച്ചാൽ എല്ലാ തൊടിയിലും കാണുന്ന സാധനമാണ്, പക്ഷെ അതുപോലും കയ്യിലില്ലാത്ത ആൾക്കാരുണ്ട്. അവർക്കൊക്കെ ദാണ്ട് ഇതുപോലെ ഭൃംഗരാജിന്റെ പൊടിയാണ്. ഞാൻ ഇതിന് മുന്നേ കാണിച്ചിട്ടുണ്ടല്ലോ, നെല്ലിക്കയുടെ പൊടിയൊക്കെ കാണിച്ചു തന്നിട്ടുണ്ടല്ലോ. അതുപോലെ നെല്ലിക്കയുടെ പൊടിയും കിട്ടും. ഇത് നെല്ലിക്ക എല്ലാം കൂടെ ചേർന്ന പൊടിയാണ്. നെല്ലിക്ക, റീത്ത, ശുഗക്കായ് എന്നൊക്കെ പറഞ്ഞിട്ട് 3 ഇത് ഷാമ്പൂ ആയിട്ട് യൂസ് ചെയ്യാൻ നല്ലതാണ്. മുടി വളരുകയും ചെയ്യും. നെല്ലിക്ക ഉള്ളതുകൊണ്ട് മുടി വളരും, ക്ലെൻസ് ചെയ്യും, അതിനൊക്കെ നല്ലതാണ്. പിന്നെ ഈ ഒരു ഉലുവയാണ് നമ്മുടെ ഏറ്റവും മെയിൻ സാധനം. ഉലുവയും ചെമ്പരത്തിയും കൂടെ ചേർന്നിട്ടുള്ളത് വാങ്ങിക്കാൻ കിട്ടും. ഇങ്ങനത്തെയൊക്കെ വാങ്ങിച്ചു വെച്ചാൽ അടിപൊളിയായിരിക്കും. ഒട്ടും ഇതുപോലത്തെ ഒരു ചെടി ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതൊക്കെ യൂസ് ചെയ്ത് അടിപൊളിയായിട്ട് മുടി വളർത്താന്നുള്ളതേ ഉള്ളൂ. അപ്പം ഇതൊക്കെ വെച്ചിട്ട് ഹെയർ പാക്ക് എങ്ങനെ ഇടാമെന്ന് ഞാൻ കാണിച്ചു തരാം. പിന്നെ ഉള്ള കാര്യമാണ് അലവേറ ജെല്ല്. ഞാൻ ഇൻഗ്രീഡിയൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ പാക്കിന് അത്യാവശ്യം വേണ്ട സാധനമാണ് അലവേറ ജെല്ല്. വീട്ടിൽ അലവേറ ഇല്ലാത്തവർ, അലവേറയിൽ നിന്ന് അലവേറ ജെല്ല് എടുക്കാൻ അറിഞ്ഞുകൂടാത്തവർക്കൊക്കെ ഈ സാധനത്തിൽ അടിപൊളിയായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. നല്ല സാധനമാണ്. ഒറിജിനൽ അലവേറ പോലെ നല്ല ഗുളാന്നാണ് ഇരിക്കുന്നത്. എൻ്റെ വേറൊരു അലവേറ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇത് മമ്മാറത്തിൻ്റെ അലവേറയാണ്. ഇതുപോലെ അല്ലല്ലോ ഇതിരിക്കുന്നത്, കണ്ടോ? വ്യത്യാസമുണ്ട്, ടെക്സ്ചറിൽ തന്നെ വ്യത്യാസമുണ്ട്. ഇത് മറ്റേ ഗുളാന്നൊന്നും ആവില്ല. ഇത് മറ്റേ കുറച്ചും കൂടെ വൈറ്റ് ജെല്ല് പോലെയാണ് ഇരിക്കുന്നത്. എനിക്കിതാണ് കുറച്ചുകൂടെ ഇഷ്ടപ്പെട്ടത്. നല്ല നാച്ചുറലായിട്ട് നമുക്ക് ഉണ്ടാവും, അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് കുറച്ചും കൂടെ മുടിയിലൊക്കെ യൂസ് ചെയ്താണ് നല്ലത്. സ്കിന്നിന് വേണമെങ്കിൽ ഇത് യൂസ് ചെയ്യാൻ തോന്നുന്നു. ഞാനിത് ഫേഷ്യൽ ഹെയർ ഒക്കെ റിമൂവ് ചെയ്യാനാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇതാണ് ഹെയറിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്, നല്ലതാണ്. പിന്നെ ആൽസ് ഗുഡ്നസിൻ്റെ ഫ്ലാക്സ് സീഡിൻ്റെ ഇതുപോലത്തെ ഒരു ബോട്ടിൽ വാങ്ങാൻ കിട്ടുമല്ലോ, അതും വാങ്ങിച്ചു വെച്ചാൽ അടിപൊളിയായിരിക്കും. അത് മുടി സോഫ്റ്റ് ആവാനൊക്കെ നല്ലതാണ്. മുടി നല്ല ഷൈനിങ്ങിൽ കിടക്കാനൊക്കെ അതും നല്ലതാണ്. അതും എനിക്ക് വാങ്ങിക്കണമെന്നുണ്ട്. ഇനി അടുത്ത് അതിൽ ഇൻവെസ്റ്റ് ചെയ്യണം. എന്തായാലും ഈ ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്നവർക്ക് ഇതൊന്നും അക്സസിബിൾ അല്ല, എനിക്കറിയാം. അലവേര ഒന്നും എടുക്കുന്ന കാര്യവും ചെടികൾ അരയ്ക്കുക, പൊടിക്കുക, തിളപ്പിക്കുക, ഇതൊന്നും പറ്റത്തില്ല. അങ്ങനെയുള്ളവർക്ക് നിങ്ങൾക്ക് എന്തായാലും പൈസ ചിലവ് വരും. അതിപ്പം എങ്ങനെ ആയാലും നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പൈസ ചിലവ് വരും. അപ്പം അങ്ങനെയുള്ളവർക്ക് ഞാൻ പറയുന്നത് വെച്ചാൽ ഇതുപോലത്തെ പൊടികൾ വാങ്ങിച്ച് സ്റ്റോക്ക് ചെയ്തുകൊണ്ട് പോവുക. 1 സ്പൂണോ 2 സ്പൂണോ ഒക്കെ ഇട്ടാൽ മതിയല്ലോ. എന്നിട്ട് നമ്മൾ ഇതുപോലത്തെ ജെല്ലൊക്കെ ഒഴിച്ചിട്ട് നമുക്കൊരു മിക്സറായിട്ട് മുടിയിൽ പുരട്ടാം, കഴുകിക്കളയാം. മറ്റേ നാച്ചുറൽ ആയിട്ടുള്ള സാധനം ഉണ്ടാക്കണ മെനക്കേടും ഇല്ല. ആ നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങൾ കഴുകിക്കളയാൻ എടുക്കുന്ന മെനക്കേടും ഇതിനില്ല. ഇതൊക്കെ പെട്ടെന്ന് കഴുകിക്കളയാൻ പറ്റും. അതുകൊണ്ട് ഞാൻ പറയണത് ഈ ജോബിനൊക്കെ പോണവർക്ക് സൂപ്പറായിരിക്കും ഇങ്ങനത്തെ സാധനങ്ങൾ വാങ്ങിച്ചു വെച്ചാൽ. ജോലി കഴിഞ്ഞിട്ട് വന്നിട്ട് പിന്നെ ഒട്ടും സമയം കാണത്തില്ലല്ലോ. അപ്പോൾ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് കഴുകിക്കളയാനും പറ്റും. പെട്ടെന്ന് മിക്സ് ചെയ്യുക, ഇടുക, കഴുകിക്കളയുക, ഓടുക. ഇത്രയേ ഉള്ളൂ. പെട്ടെന്ന് പണി കഴിയും. കുറച്ച് നേരം തലയിൽ ഇട്ടിരിക്കണമെന്നേ ഉള്ളൂ. ഞാൻ ചെയ്യാമെന്ന് വെച്ചാൽ തലയിൽ ഇട്ടിരുന്നിട്ട് എൻ്റെ പണികൾ ചെയ്യും. ഞാൻ ചിലപ്പോൾ റീൽസും കണ്ടുകൊണ്ട് കിടക്കും, അല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ് ഉണ്ടെങ്കിൽ അതിന് കയറും. ഇതാണ് എൻ്റെ മെയിൻ പരിപാടി. നിങ്ങൾക്കും അതൊക്കെ നിങ്ങളുടെ ഡ്യൂട്ടീസൊക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ.
പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സാധനമാണ് ഈ റോസ്മെരിയുടെ വാട്ടർ. ഇതെനിക്ക് പേഴ്സണലി ഒരുപാട് പേര് ഹോസ്റ്റലിൽ നിൽക്കുന്ന ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ. അവരൊക്കെ പറയുന്ന സാധനമാണ് അവരുടെ കയ്യിലുള്ള സാധനം ഇതാണ്, ഇത് വെച്ചിട്ട് എന്തെങ്കിലും പറഞ്ഞു തരുമോയെന്ന്. എൻ്റെ കയ്യിൽ ഇല്ലാതിരുന്ന സാധനം ഇതാണ്. നിങ്ങൾക്കറിയാലോ, ഞാൻ ഓൾറെഡി റോസ്മെരി വെച്ചിട്ട് എണ്ണ കാച്ചിയാണ് ചെയ്യുന്നത്. പിന്നെ എല്ലാവരും പറഞ്ഞുകൊണ്ട് ഞാൻ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. കാണിച്ചപ്പോൾ കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ട്. ഇത് ഉപയോഗിച്ചാണ് ഇന്നത്തെ പാക്ക് കാണിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ പാക്ക് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ സൂപ്പർ സ്ട്രോങ് ആണ്. ഈ പാക്ക് നിങ്ങൾ ഇടുന്നുണ്ടെങ്കിലോ ഈ സാധനം നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിലോ നിങ്ങൾ റോസ്മെരി ഓയിൽ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ഈ ഒരു ഹെയർ കെയർ ജേർണിയിൽ ഏതെങ്കിലും ഒന്ന് ഉപയോഗിച്ചാൽ മതി. ഒന്നെങ്കിൽ റോസ്മെരി ഓയിൽ അല്ലെങ്കിൽ റോസ്മെരി വാട്ടർ. റോസ്മെരി വാട്ടറാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഞാൻ നേരത്തെ ടൈം ടേബിളിൽ പറഞ്ഞതുപോലെ രാവിലെ എണീറ്റ് മുടിയൊന്ന് മസാജ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ മുടിയിൽ ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക, മസാജ് ചെയ്യുക. നിങ്ങൾ മുടിയൊന്ന് കെട്ടി വയ്ക്കുക. പഠിക്കാൻ എന്താണെന്ന് വെച്ചാൽ പൊയ്ക്കോളാം. അതാണ് ഇത് യൂസ് ചെയ്യേണ്ട ടെക്നിക്ക് എന്ന് പറയുന്നത്. രാത്രി കിടക്കുന്നതിന് മുന്നേ ഉപയോഗിക്കാനാണെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം, കുഴപ്പമൊന്നുമില്ല, നിങ്ങളുടെ സൗകര്യം പോലെ. എന്തായാലും ഇത് ഒരുപാട് പേര് യൂസ് ചെയ്യുന്നത് കൊണ്ടിട്ടാണ് ഞാൻ ഇത് ഉൾപ്പെടുത്തി തന്നെ ഒരു പാക്ക് കാണിക്കാമെന്ന് വിചാരിച്ചത്. എല്ലാവരുടെയും കയ്യിൽ ഇതുണ്ടല്ലോ, ഇല്ലാത്തവരൊന്നും വിഷമിക്കേണ്ട, വാങ്ങിച്ചാൽ മതി. നല്ല അഫോർഡബിൾ ആയിട്ട് തന്നെ കിട്ടുകയും ചെയ്യും. അപ്പോൾ എന്തായാലും ഇതാണ് എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ള കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇന്നത്തെ പാക്ക് ഞാൻ എന്തായാലും കാണിച്ചു തരാം. ഈ പാക്ക് ഉറപ്പായിട്ട് നിങ്ങളുടെ ഹെയർ ഫോൾ കുറച്ചിരിക്കും. ഉലുവയൊക്കെ അടങ്ങിയിട്ടുള്ള പാക്കാണ്. ഡാൻഡ്രഫ് ഒക്കെ നന്നായിട്ട് റിമൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നിങ്ങൾ എന്തായാലും പോയി കണ്ടിട്ട് വാ. അപ്പോൾ ഇന്നത്തെ പാക്കിൻ്റെ ഇൻഗ്രീഡിയൻസ് ആണ് ഈ ഒരു ചെമ്പരത്തിയും ഉലുവയും കൂടെ അടങ്ങിയിരിക്കുന്ന പൊടി. മേത്തി എന്ന് പറഞ്ഞാൽ ഉലുവയാണ് കേട്ടോ. പിന്നെ വേണ്ട സാധനമാണ് ഈ ഒരു ഓർഗാനിക് ആയിട്ടുള്ള തേൻ, ചെറുതേനാണ്. ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. നല്ല ക്വാളിറ്റി ഉണ്ട്. ലിങ്ക് വേണമെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ കൊടുത്തേക്കാം. പിന്നെ വേണ്ടത് നമ്മുടെ ഞാൻ എടുത്തേക്കുന്ന ആൽപ്സ് ഗുഡ്നസിന്റെ അലവേര ജെല്ലാണ്. പിന്നെ ഉള്ളതാണ് ഹോസ്റ്റലേഴ്സിന്റെ എല്ലാവരെയും കയ്യിലുള്ള ഈ ഒരു ആൽപ്സ് ഗുഡ്നസിന്റെ റോസ്മേരി വാട്ടർ. ഇത് നല്ല അടിപൊളി സാധനമാണ്. ഇതൊന്നും ഇല്ലാത്തവരാണെങ്കിൽ വാങ്ങിച്ചാൽ മതി കേട്ടോ. ഹോസ്റ്റലേഴ്സ് ആണെങ്കിൽ പ്രത്യേകിച്ചും. വലിയ വിലയൊന്നുമില്ല. ആൽപ്സിന്റെ സാധനങ്ങൾക്കൊന്നും ഭയങ്കര വലിയ വിലയൊന്നുമില്ല. ഫേസ് പാക്കിന്റെ സാധനങ്ങളൊക്കെ ഞാൻ ഉപയോഗിക്കണേനെ. അപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള പൊടി എടുക്കുക, അവരവരുടെ മുടിയുടെ ആവശ്യത്തിനുള്ള പൊടി എടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ഒരു റോസ്മേരി വാട്ടർ കുറച്ച് ആഡ് ചെയ്യുന്നുണ്ട്. കുറച്ചെന്ന് പറഞ്ഞാൽ ഒരു 2 സ്പൂണ് 3 സ്പൂണോളം ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു അളവില്ല, പൊടി ചെറുതായിട്ടൊന്ന് നനയാൻ പാകത്തിന്. അലവേര ജെല്ല് കറക്റ്റ് ഒരു 3 സ്പൂൺ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത്രത്തോളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ട നമ്മുടെ ചെറുതേൻ എടുത്തിട്ട് അത് ഒരു 3 സ്പൂണാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇത്രയും ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു കുഴമ്പ് പരുവം പോലെ ഒന്ന് ആക്കിയെടുക്കാം. കട്ടയില്ലാണ്ട് മിക്സ് ചെയ്യണേ, സ്പൂൺ വെച്ച് മിക്സ് ചെയ്യേണ്ട, കൈ കൊണ്ട് മിക്സ് ചെയ്യണതാണ് ഏറ്റവും നല്ലത്. അതാകുമ്പോൾ കട്ട കെട്ടൂല. നമുക്ക് കുഴമ്പ് രൂപത്തിലല്ല, കുറച്ച് വെള്ളം പോലെ ലൂസായിട്ടാണ് വേണ്ടത്. അതുകൊണ്ട് ഞാൻ കുറച്ച് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ സ്കാൽപ്പിൽ മാത്രമേ ഇത് പുരട്ടുന്നുള്ളൂ, മുടിയുടെ ലെങ്തിലൊന്നും പുരട്ടുന്നില്ല. അപ്പോൾ ആ ഒരു അളവിന് മാത്രമേ ഞാൻ സാധനങ്ങൾ എടുത്തിട്ടുള്ളൂ. എന്നിട്ട് ഇതുപോലെ ലൂസാക്കി എടുക്കുകയാണ്. പാക്ക് ഇടുന്നതിന് മുന്നേ ഞാൻ മുടിയിൽ ലേശം എണ്ണ തേച്ചിട്ട് ഒരു 15 മിനിറ്റ് മുടി കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഉള്ള മുടിയാണിത്. എന്നിട്ട് നമ്മൾ നന്നായിട്ട് മുടി ചീവി കൊടുക്കണം. ചീവി ഉടക്കൊക്കെ അറുത്തതിന് ശേഷം മാത്രം പാക്ക് ഇടുക. പാക്ക് ഇടുന്ന പോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് മുടിയിൽ എങ്ങനെ പാക്ക് ഇടുന്നു എന്നുള്ളത്. മുടി ഇതുപോലെ 2ആയിട്ട് പാർട്ടീഷൻ എടുത്തിട്ട് കെട്ടി വെച്ചിട്ട് ഒരു സൈഡിൽ മാത്രം പാക്ക് ഇട്ട് തുടങ്ങുക. ഓരോ കുഞ്ഞു കുഞ്ഞു സെക്ഷൻസിലും പാക്ക് എത്തണം. നമ്മുടെ പാക്ക് ഇരുന്ന് കഴിയുമ്പോൾ ഒന്ന് കട്ടിയാവും. അപ്പോൾ ആവശ്യത്തിന് വെള്ളമൊക്കെ സൈഡിലെടുത്ത് വെച്ചിട്ട് പാക്ക് ഇടണം. നമ്മൾ പാക്ക് കട്ടിയാവും തോറും നമുക്ക് അതിനകത്തോട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ ഓരോരോ കുഞ്ഞു കുഞ്ഞു സെക്ഷൻസ് ആയിട്ട് എടുത്തിട്ട് തന്നെ അതിൻ്റെ അകത്തോട്ട് പാക്ക് അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്തതിന് ശേഷം ചെറിയൊരു മസാജും കൂടെ ഇതുപോലെ കൊടുത്തേക്കുക. കുഞ്ഞു കുഞ്ഞു സെക്ഷനിൽ തന്നെ ഇടണം, വലിയ സെക്ഷൻസ് ആയിട്ട് എടുക്കരുത്. അങ്ങനെയാണെങ്കിൽ സ്കാൽപ്പിൽ എല്ലായിടത്തും എത്തത്തില്ല. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ പാക്ക് ഫിൽറ്റർ ചെയ്യണമെന്നുള്ള യാതൊരു ആവശ്യമില്ല. കാരണം ഇതിനകത്ത് കംപ്ലീറ്റ്ലി പൊടിയും ജെല്ലും മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അത് ഫിൽറ്റർ ചെയ്ത് ഉപയോഗിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഫിൽറ്റർ ചെയ്യണം നമ്മൾ കഴുകിക്കളയാനുള്ള എളുപ്പത്തിനാണല്ലോ. ഇത് കഴുകിക്കളയാൻ ഒരു പാടുമില്ല. നമ്മൾ ഉലുവ അരയ്ക്കുന്ന പോലെ ഒരു കട്ട സാധനവും ഇതിൻ്റെ അകത്തില്ല. ആ ബുദ്ധിമുട്ട് ഈ ഒരു പൊടിക്കില്ല. ഇപ്പം ഞാൻ ഒരു സൈഡ് ഫുൾ ചെയ്തിട്ട് മസാജ് ചെയ്ത് കൊടുക്കുകയാണ്. അതുപോലെ അടുത്ത സൈഡും ചെയ്യുക. എന്നിട്ട് ആ സൈഡ് മസാജ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത സൈഡ് ചെയ്യാൻ നേരത്ത് എൻ്റെ പാക്ക് തികയില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് റോസ്മേരി വാട്ടറും കുറച്ച് അലവേര ജെല്ലും കൂടെ എക്സ്ട്രാ ആഡ് ചെയ്ത് ഒന്ന് കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്ത് കട്ടയൊക്കെ കളഞ്ഞിട്ടാണ് അടുത്ത സൈഡ് മുടിയിൽ യൂസ് ചെയ്യണത്. പിന്നെയും പറയുന്നത് നിങ്ങൾ ഫിൽറ്റർ ചെയ്ത് കളയേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ജോലി കഴിഞ്ഞിട്ട് വരുന്നവർക്കൊന്നും ഫിൽറ്ററും ചെയ്തുകൊണ്ടിരിക്കാനുള്ള സമയമൊന്നും കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഇങ്ങനത്തെ പൊടിയിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞത്. അതാകുമ്പോൾ ഫിൽറ്റർ ചെയ്യാതെ നമുക്ക് നേരെ ഇതുപോലെ ഉപയോഗിക്കാം. പൊടിയുടെ തരിതരിപ്പ് ഒന്നുമില്ല, ജസ്റ്റ് നന്നായിട്ട് മെൽറ്റായി പോകും. മുടിയിൽ ഇതുപോലെ തേക്കുക, മസാജ് ചെയ്ത് കൊടുക്കുക. ഫൈനലി ബാക്കി കുറച്ച് വരുന്നത് മുടി തീരെ വളരാത്തുള്ള സ്ഥലത്ത് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇതിനകത്ത് കണ്ട ഈ തരിതരി പോലെ കാണുന്ന അത് ഈ നമ്മുടെ ഒറിജിനൽ ഉലുവ അരച്ചെടുക്കുമ്പോൾ ഇതുപോലെ ജെല്ല് പോലെ തരിതരിയാ കാണത്തില്ലേ, ആ സെയിം സാധനം ഈ പൊടിക്കാത്തതുകൊണ്ട് നല്ല നാച്ചുറലാണ് കേട്ടോ. അപ്പോൾ ഈ പാക്ക് മീൻസ് നമ്മുടെ ഈ ഒരു പാക്കറ്റിലുള്ള സാധനം അത്രയ്ക്ക് നാച്ചുറലാണ്. അതുകൊണ്ടാണല്ലോ അതിനകത്ത് ആ ജെല്ല് സാധനങ്ങൾ കണ്ടത്. ഞാൻ അതാണ് ശ്രദ്ധിച്ചാട്ടാ. പിന്നെ മുടി വളരാത്ത ഏരിയയിൽ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഫൈനലി ഒരു മസാജും കൂടെ കൊടുക്കുക. ഈ ചെവിയുടെ പിറകിലൊക്കെയാണ് പുറ്റ് കണക്ക് താരനും ചാരണവും ഒക്കെ വരാൻ സാധ്യത. അപ്പോൾ അവിടെയും കൂടെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ നന്നായിരിക്കും കേട്ടോ. പിന്നെ ലാസ്റ്റ് ഇത് ഓപ്ഷണലാണ്. നന്നായിട്ട് തേൻ ഒഴിക്കുക. പിന്നെ കുറച്ച് അലവേര ജെല്ലും അതുപോലെ അതേ അളവിന് എടുക്കുക. ഇത് രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചെയ്താൽ മതി.
ഇത് രണ്ടും കൂടെ സെയിം അളവിന് ഇതുപോലെ ചേർത്തിട്ട് കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു പരുവത്തിന് കിട്ടും. ഇത് നമ്മളിനി തലയൊട്ടിയിലല്ല തേക്കാൻ വേണം, മുടിയുടെ ലെങ്തിലാണ്. നമ്മുടെ മുടിയുടെ ലെങ്തിൽ ഒന്നും ചെയ്തില്ലല്ലോ, അപ്പോൾ രണ്ട് സൈഡും ഇതുപോലെ വകഞ്ഞിട്ട് മുടിയുടെ ലെങ്തിൽ ഇതുപോലെ തേച്ച് കൊടുക്കുക. തേൻ ഉള്ളതുകൊണ്ട് നരയ്ക്കുമെന്നൊന്നും പേടിക്കേണ്ട, തേൻ അങ്ങനെ നരയ്ക്കത്തൊന്നുമില്ല. 2 ആഴ്ചയിൽ ഒരിക്കൽ മാത്രം തേൻ ഉപയോഗിക്കുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. അതുകൊണ്ട് 2 ആഴ്ചയിൽ ഒരിക്കൽ നിങ്ങൾ തേൻ ഉപയോഗിച്ചാൽ മതി. ഇതുപോലെ മുടിയുടെ ലെങ്തിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് അപ്പം തന്നെ ആ ഒരു മോയ്സ്ചർ ലോക്കാണ് ഫീലിംഗ് നന്നായിട്ട് കിട്ടും. തേനൊക്കെ ഉള്ളതുകൊണ്ടേ നന്നായിട്ട് മോയ്സ്ചർ കിട്ടും, മുടി നന്നായിട്ട് ഷൈനായി കിടക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന സാധനമാണ് തേന്. അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്താൽ കുളിച്ചിറങ്ങുമ്പോൾ മുടി നല്ല തിളക്കത്തോടെയും നല്ല സോഫ്റ്റ് ആയിട്ടും ഒക്കെ ഇരിക്കും. പിന്നെ ഒരിക്കലും ഡ്രൈ ഹെയർ ഉള്ളവർ അലോവേര ഡയറക്റ്റ് ആയിട്ട് എടുത്ത് മുടിയിൽ അപ്ലൈ ചെയ്യരുത്. ഇതുപോലെ തേനായിട്ടോ അല്ലെങ്കിൽ കേർഡായിട്ടോ അപ്ലൈ ചെയ്താൽ മതി. പിന്നെ ദൈവത്തോർത്ത് ഇത് തേച്ചതിന് ശേഷം ഷാമ്പു ഇടരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ എന്ത് സംശയങ്ങളുണ്ടെങ്കിലും കമൻസിൽ ചോദിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മുടെ ചാലഞ്ചിൽ താല്പര്യമുള്ള എല്ലാവരും പങ്കെടുക്കണം. പങ്കെടുത്താൽ മാത്രം പോരാ, കൺഫേം ആയിട്ട് അത് കറക്റ്റ് ടൈമിന് ചെയ്തേ പറ്റുള്ളൂ. ഞാൻ വീഡിയോ ഇട്ടില്ലെങ്കിൽ പോലും അന്വേഷിച്ച് ഇടുന്നില്ലേ ഇന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അത് കാണുമ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം. എനിക്ക് എന്തെങ്കിലും വലിയ ഒരാഴ്ചയിൽ ഭയങ്കര ബിസി വരുമ്പോഴാണ് ഞാൻ അങ്ങനെ ഒന്ന് മാറിപ്പോകുന്നത്. എന്തായാലും ഞാൻ ഇടും, ആഴ്ചയിൽ ഒരു വീഡിയോ എങ്കിലും ഞാൻ ഇട്ടിരിക്കും. അതുകൊണ്ട് എല്ലാവരും ചാലഞ്ച് ഫോളോ ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.